ഞാനിവിടെ പറയാൻ പോകുന്നത് അവധിക്കാലത്ത് എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ച ഒരനുഭവമാണ്. എൻ്റെ പേര് വിജീഷ്. വയസ്സ് 20. കോളേജിൽ സെക്കൻഡ് ഇയറാണ്. ഇരുനിറം. കാണാനും കുഴപ്പമില്ല. നന്നായി പഠിക്കുമായിരുന്നു 10ാം ക്ലാസ് വരെ. ഇപ്പോൾ ക്ലാസ്സിലെ ഉഴപ്പനല്ലെങ്കിലും ഏതാണ്ട് അവരെ പോലെയൊക്കെ തന്നെ ആയിരുന്നു. എക്സാമിനൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നത് കൊണ്ട് സപ്ലി ഒന്നുമില്ല. പിന്നെ കോളേജ് ഫുട്ബോൾ ടീം പ്ലെയർ കൂടി ആയതുകൊണ്ട് നല്ല ഉറച്ച ശരീരവും ഉണ്ടായിരുന്നു. വലിയ ഉഴപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടും ടീച്ചർമാർ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ടും ടീച്ചേഴ്സിന് എന്നെക്കുറിച്ച് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ കോളേജിലെ കലാപരിപാടികൾ. അച്ഛനും അമ്മയും പാടത്തും പറമ്പിലും ഓരോ പണി ചെയ്ത് നടക്കുന്നു. അത്യാവശ്യം സ്ഥലമൊക്കെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളുടേത്. എന്നോട് പറമ്പിലെ കാട് വെട്ടാൻ പറഞ്ഞാൽ ഞാനത് കേൾക്കത്തേയില്ല. പണി ചെയ്യാനുള്ള മടി കാരണം വീട്ടിൽ തന്നെ ഫോണും കുത്തിക്കൊണ്ടിരിക്കും. കൂട്ടുകാരുണ്ട്, പക്ഷേ വീടിൻ്റെ അടുത്ത് ആരുമില്ല. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾ പാടത്ത് ഫുട്ബോൾ കളിക്കുന്നത് വൈകുന്നേരം പോയി കണ്ടു നിൽക്കും. അവരുടെ കൂടെ ചിലപ്പോൾ കളിക്കാനും കൂടും. കോളേജ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരാഴ്ച വീട്ടിൽ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോകും. പിന്നെ ചിലപ്പോൾ ബൈക്കെടുത്ത് ട്രിപ്പ് പോകും. ആരും തന്നെ കൂടെ ഉണ്ടാവില്ല. ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ട്രിപ്പിന് പോയ സ്ഥലത്തെ പെമ്പിള്ളാരെ വായി നോക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചാച്ചൻ വിളിച്ചു. ആൻറ്റി അവിടെ ഒറ്റയ്ക്കാണെന്നും കൂട്ടിന് പോകാമോ എന്നും ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ചാച്ചൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അതും കമ്പനിയിലെ ഹയർ പൊസിഷനിലേക്കായതുകൊണ്ട് ചാച്ചന് പോകേണ്ടി വന്നു. അതോടെ ആൻറ്റി വീട്ടിൽ ഒറ്റയ്ക്കായി. ഇഷ്ടം പോലെ പൈസയുണ്ട്, എന്നാൽ അവർക്ക് മക്കളില്ല. ബന്ധുക്കളുണ്ടെങ്കിലും ആൻറ്റി അങ്ങനെ അവരുടെ അടുത്തേക്കൊന്നും പോകാറില്ല. ചാച്ചനാണെങ്കിൽ ജോലി വിട്ട് ഒരു കളിയുമില്ല. ഏതു നേരവും ബിസി തന്നെയായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയോ സൈഡ് ബിസിനസ്സും ഉണ്ട്. പുള്ളിക്കല്ലാതെ ഇത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് മറ്റുള്ളവരുടെ പറച്ചിൽ. ഇനി ആൻറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 35 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ നമ്മൾ കണ്ടാൽ 30 തോന്നുള്ളൂ. കാണാനും നല്ല ഭംഗിയുണ്ട്. ആരായാലും ഒന്ന് ആഗ്രഹിച്ചു പോകും. ആൻറ്റിയും ഞാനും വലിയ ഫ്രണ്ട്സായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ആൻറ്റിയുടെ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ പണ്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവധി ദിവസം ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ വിരുന്ന് കിടക്കാൻ പോയി. എന്ത് ചെയ്യാൻ, ആ ഇടക്കായിരുന്നു എനിക്ക് സ്വയം കുരുത്തയ്ക്ക് ഉടുപ്പിക്കുന്ന സമയം ഉണ്ടായിരുന്നത്. അന്ന് രാത്രി ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ജനലിലൂടെ മുറ്റത്തേക്ക് നോക്കി ഞാൻ നിശ്ചലമായി പോയി. എന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ കണ്ട കണി ആൻറ്റി മുറ്റമടിക്കുന്നതാണ്. കിടക്കുന്ന മുറിയിൽ ടോയ്ലറ്റ് ഇല്ല. ഉള്ളത് കോമൺ ആണ്. ബാക്കിയുള്ളതിൻ്റെ പണി തീർന്നിട്ടുമില്ലായിരുന്നു. വീട് അപ്ഡേഷൻ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ വർഷം. ഞാൻ ടോയ്ലറ്റിൽ കയറി വെള്ളം ഓണാക്കി അകത്തേക്ക് ഒന്ന് വീശി. ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി നോക്കുമ്പോൾ ആൻറ്റി ചാച്ചൻ ജോലിക്ക് പോലുള്ള തിരക്ക് കാരണം അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു. ആൻറ്റിയിൽ നിന്നും കണ്ണു മാറ്റും മുമ്പേ ആൻറ്റിയുടെ വിളി വന്നു. നീ എപ്പോൾ കയറി ടോയ്ലറ്റിലെന്ന്? ഞാൻ വിളിക്കാൻ വന്നപ്പോൾ നിന്നെ ബെഡ്റൂമിൽ കണ്ടില്ലല്ലോ എന്നും ചോദിച്ചു. ഞാൻ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു, ഞാൻ രാവിലെ തന്നെ എഴുന്നേക്കുമെന്ന്. എന്നാൽ ശരി, പോയി പല്ല് തേച്ചിട്ട് കഴിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ കഴിക്കാൻ ചെന്നപ്പോഴേക്കും ചാച്ചൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. ഫുഡൊക്കെ കഴിച്ച് ചാച്ചൻ പോയി. ആൻറ്റി എന്നോട് എപ്പോഴാണ് പോണേ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലെ കുറ്റബോധമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ പോവുകയാണെന്ന്. കുറച്ച് എഴുതാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. ആൻറ്റിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഞാൻ പോകുന്നതിൽ. ഞാൻ പറഞ്ഞു പിന്നെ വരാമെന്നും. അതും പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഏതാണ്ട് 3 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. ഞാൻ ബൈക്കിൽ വീട്ടിലേക്ക് പോന്നു. ആൻറ്റിയാണെങ്കിൽ ഗേറ്റിൽ നിന്നുകൊണ്ട് ഞാൻ പോകുന്നത് നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് മുന്നിലേക്ക് സീനിത്ത കൈ കാണിച്ച് നിർത്തിയത്. എന്നിട്ട് ഒരു ചോദ്യവും. ഇതെന്താ ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, കുറച്ച് എഴുതാനും വർക്കൊക്കെ തന്നിട്ടുണ്ട്, അത് തീർക്കണം. നാളെ കോളേജിലും പോകണം. എന്നാൽ ശരി പൊക്കോ എന്നും പറഞ്ഞ് എന്നെ വിട്ടിട്ട്
ആൻറ്റിയുടെ അടുത്തേക്ക് ഇത്ത പോയി. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്കും. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് മീരാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ചെയ്യാൻ, മീരാൻ്റിയെ കണ്ടാൽ തന്നെ മറ്റേയാൾ തലപൊക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പോകാം. പറ്റുമെങ്കിൽ ആൻറ്റി ഒന്ന് പാട്ടിലാക്കണം. വേറെ ആരെയും നോക്കിയിട്ട് കിട്ടുന്നുമില്ല. പെണ്ണ് കെട്ടി എല്ലാം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചാൽ അതിനു മുമ്പ് ചത്തു പോയാലോ എന്നൊരു പേടിയുമുണ്ട്. എന്തായാലും വല്ലതും നടന്നിട്ട് ചത്താൽ മതി എന്നായി എൻ്റെ മനസ്സ് പറഞ്ഞത്. ചാച്ചൻ ഈ സമയം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ വിടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ മീരാൻ്റി ഒറ്റയ്ക്കാവുമെന്നോർത്ത് എന്നോട് അമ്മ പൊക്കോളാൻ പറഞ്ഞു. ഞാനെൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പയ്യെ വീട്ടിൽ നിന്നും ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റിയുടെ വീട്ടിലേക്ക് വിട്ടു. വേഗം തന്നെ ഞാൻ അവിടെ എത്തി. ചാച്ചൻ വീടിൻ്റെ പുറത്തുണ്ടായിരുന്നു. വന്ന് എനിക്ക് ഗേറ്റ് തുറന്നു തന്നു. ഞാൻ എൻ്റെ ബൈക്ക് ചാച്ചൻ്റെ കാറിട്ടിരിക്കുന്നതിൻ്റെ അടുത്തുകൊണ്ടേ വെച്ചു. എന്തൊക്കെയുണ്ടടാ വിശേഷം? ചാച്ചൻ ചോദിച്ചു. ഏയ്, വിശേഷമൊന്നുമില്ല ചാച്ച. ഇപ്പോൾ ലീവൊന്നും കിട്ടിയില്ലായിരിക്കും അല്ലേ? എപ്പോഴാണ് പോകുന്നേ? ഞാൻ ചോദിച്ചു. ഇത്രയും നാൾ ഞാൻ ലീവിലായിരുന്നടാ. പക്ഷേ ലീവുള്ളവരൊക്കെ ഉടനെ ജോലിക്ക് കയറേണ്ടി വന്നു. ഇന്ന് 4 മണിക്ക് ഇറങ്ങണം. എന്നാലേ അവിടെ ചെന്ന് ജോലിക്ക് നാളെ കയറാൻ പറ്റൂ. പിന്നെ ഒരു മാസമെങ്കിലും എടുക്കുമായിരിക്കും. അങ്ങനെയൊന്നും അവിടെ നിന്ന് പുറത്തേക്ക് വിടില്ലടാ. അപ്പോഴാണ് ആൻറ്റി പുറത്തേക്ക് വരുന്നത്. എടാ, നീയെപ്പോൾ എത്തി? ആൻറ്റി എന്നോട് ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ ആൻറ്റി, ഞാൻ പറഞ്ഞു. ആൻറ്റിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. പക്ഷേ ഞാൻ സഹിച്ചിരുന്നു. കഴിഞ്ഞ വർഷം പോയിട്ട് ഒരു പോക്ക. പിന്നെ ഇപ്പോഴാണ് അവനെ നേരിട്ട് കാണുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങായിരുന്നില്ല നിനക്ക്? ആൻറ്റി എന്നോട് ചോദിച്ചു. എന്ത് ചെയ്യാനാ ആൻറ്റി, ബിസിയായി പോയില്ലേ? ഞാൻ പറഞ്ഞു. പിന്നെ കോളേജിൽ വലിയ ജോലിയല്ലേ നീ ചെയ്യുന്നത്, ഇത്രയ്ക്കും ബിസിയാകാൻ? അതും പറഞ്ഞ് ആൻറ്റിയും ചാച്ചനും ചിരിച്ചു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ടൈം അങ്ങ് പോയി. ചാച്ചൻ കുളിച്ച് തുണി മാറി പോകാനിറങ്ങി. അപ്പോഴേക്കും ഒരു ടാക്സി വന്ന് ചാച്ചൻ അതിൽ കയറിയിരുന്നു. എന്നിട്ട് ആൻറ്റിയെ നോക്കി. ആൻറ്റി ഗേറ്റിൽ നിന്നും ടാറ്റ കൊടുത്ത് ചാച്ചനെ പറഞ്ഞു വിട്ടു. ആ സമയം ഞാൻ ആൻറ്റിയെ തന്നെ നോക്കി നിന്നു. അത് ആൻറ്റി കാണുകയും ചെയ്തു. അത് കണ്ട് ആൻറ്റി എന്നോട് ചോദിച്ചു, എന്താടാ ഇങ്ങനെ കാര്യമായിട്ട് എന്നെ നോക്കുന്നത്? അത് കേട്ടതും ഞാനാകെ ചമ്മിപ്പോയി. ആൻറ്റിയുടെ വേഷം ഒരു ചുരിദാറായിരുന്നു. ആരായാലും ഒന്ന് നോക്കിപ്പോവും. ആൻറ്റി എന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് ചെന്നു. ആൻറ്റി ചോദിച്ചു എവിടെയാണ് കിടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു മുകളിലെ റൂമിലാണെന്ന്. ഞാൻ എൻ്റെ ബാഗും എടുത്ത് റൂമിൽ കയറി തുണിയൊക്കെ എടുത്ത് അലമാരയിൽ വെച്ചു. പിന്നെ താഴേക്കിറങ്ങി ഹോളിലേക്ക് വന്നു. ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി, വീട് മൊത്തം മാറിയല്ലോ, എല്ലാ മുറിയിലും എ സി ഒക്കെ ആയല്ലോ. പിന്നെ അല്ലാതെ, നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടടാ. നിൻ്റെ വീടും ഇതുപോലെ ആക്കണ്ടേ? ആൻറ്റി ചോദിച്ചു. എൻ്റെ പൊന്നോ, വേണ്ട. അത്രയും പൈസ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ജോലി കിട്ടണം. അതൊക്കെ കിട്ടോടാ, നിനക്ക് കഴിയും. നോക്കാം. അല്ലടാ, അതിന് നിനക്ക് വല്ല പണിയും ചെയ്യാൻ അറിയോടാ? നിൻ്റെ അമ്മ പറഞ്ഞല്ലോ ഏതു നേരവും നീ ഫോണും ഫുട്ബോളിലുമാണെന്ന്. ഓഹ്, അത് അമ്മ ചുമ്മാ പറയുന്നത് ആൻറ്റി. ശരി. എടാ, ഞാൻ കിച്ചണിലേക്ക് പോട്ടെ, എന്നാലേ രാത്രി വല്ലതും കഴിക്കാൻ പറ്റൂ. ആ, എന്നാ ആൻറ്റി പോക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അയ്യടാ, വന്നെന്നെ സഹായിക്കടാ. ചുമ്മാ ഇരുന്നോളാൻ പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഇരുന്നോളൂ. അയ്യോ സോറി, ഞാൻ ദാ വരുന്നു. വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ആൻറ്റിയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ വർത്തമാനമായി. ആൻറ്റി എന്തോ കറി വെക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആൻറ്റിയുടെ നാട്ടിലെ കൂട്ടുകാരി സീനിത്ത അങ്ങോട്ടേക്ക് വന്നത്. ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സുന്ദരി, ഒരു രക്ഷയുമില്ല. കണ്ടാലറിയാം ഇത്തേ കെട്ടിയോൻ ശരിക്കും അറിഞ്ഞ് പെരുമാറുന്നുണ്ടെന്ന്. ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തയുടെ കെട്ടിയോന് റിസോർട്ടുണ്ട്. അത് നോക്കലാണ് ജോലി. നാട്ടിലില്ല. 2 പിള്ളേരുമുണ്ട്. അവരെ വീട്ടിൽ കെട്ടിയോൻ്റെ ഉമ്മയോട് നോക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്നെ കണ്ടതും ഇത്ത എന്നോട് ചോദിച്ചു.
ഞാനൊന്ന് ചിരിച്ചു. അത് കണ്ട് ആൻറ്റി പറഞ്ഞു, അവൻ ബിസിയാണ് മോളെ, നിന്ന് തിരിയാൻ ടൈമേ ഇല്ല. ഏ, ഇവനോ? ഓഫ്, നിങ്ങൾ രണ്ടുപേരും എന്നെ ചുമ്മാ കളിയാക്കല്ലേ. എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വരാഞ്ഞത്. ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ കാണാതിരിക്കുമല്ലേ ഇവൾക്കൊരു കൂട്ട്? ഇത്ത ചോദിച്ചു. പിന്നല്ലാതെ, ഇവനെ ഇനി ഞാൻ വിടുന്നില്ല. ഈ മടിയനെ ഇനിയെല്ലാം പഠിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. ആൻറ്റി പറഞ്ഞത് കേട്ട് ഇത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ പോവുക, കുറച്ച് പണിയുണ്ട്, നാളെ വരാടി. എന്താടി നീ വേഗം പോകുന്നേ? ആൻറ്റി ഇത്തിയോട് ചോദിച്ചു. വേഗം പൊക്കോ, ഇല്ലേ വല്ല കോക്കാച്ചിയും പിടിക്കും. ഞാൻ ഇത്തയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോട ചക്ക, എന്നെയൊന്നും ഒരു കോക്കാച്ചിയും പിടിക്കാൻ വരില്ല. വന്ന കോക്കാച്ചിയെ ഞാൻ തട്ടിക്കളയും, ഇത്ത പറഞ്ഞു. പിന്നെ ഒരു ധൈര്യശാലി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വേണ്ടി വന്നു ദാ ആ അടുത്തുള്ള വീട്ടിൽ കൊണ്ട് വിടാൻ. ഒന്ന് പോടി, എന്നെ നാണം കെടുത്താതെ, ഞാൻ പോവുക, ഇത്ത പറഞ്ഞു. ഇത്ത പോകുന്നത് നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞതും ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. ആൻറ്റി, സമയം 6ആയി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. റൂമിലെ ബാത്റൂമൊക്കെ ഓക്കെ അല്ലേ? ഞാൻ ചോദിച്ചു. ആടാ, നീ പോയി കുളിച്ചിട്ട് വാ. ബാത്റൂമൊക്കെ ഞങ്ങൾ ഹൈടെക് ആക്കി മോനെ. നീ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? അത് ഒരു 3 ജോഡിയേ എടുത്തിട്ടുള്ളൂ, അത് അലക്കിയിടാന്ന് വെച്ചതാ. ശരിയടാ, വേഗം പോയി കുളിക്ക്, ആൻറ്റി പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിമുറിയിൽ കയറി കുളിച്ചു. പണ്ടത്തെ പോലെയല്ല, എല്ലാ പണിയും കഴിഞ്ഞ് ഹൈടെക് ആക്കിയിരിക്കുന്നു. ഞാനെല്ലാം അവിടുത്തെ ഹാങ്ങറിൽ തൂക്കി. നല്ലൊരു കുളിയും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പഴയ തുണി അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് റൂമിൽ വന്ന് AC ഓണാക്കി. ശേഷം കട്ടിലിൽ കിടന്നു. ചുമ്മാ മൊബൈലിലെ മെസ്സേജുകളൊക്കെ നോക്കി ഞാൻ സമയം കളഞ്ഞു. പെട്ടെന്ന് ആൻറ്റി എൻ്റെ റൂമിലേക്ക് കയറി വന്നു. ആൻറ്റിയെ കണ്ടത് ഞാൻ ചോദിച്ചു. എന്താ ആൻറ്റി? ഒന്നുമില്ലടാ, നിന്നെ താഴേക്ക് കാണാത്തോണ്ട് ഞാൻ മുകളിലേക്ക് വന്നതാ. നിൻ്റെ ഇട്ടേച്ചൂര തുണികളൊക്കെ എന്തേ? ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടേക്കാം. എൻ്റെ തുണിയും ഞാൻ ഇടാൻ പോവാം. ആ, എന്നാൽ ശരി, ദാ ആ സൈഡിലിട്ടിട്ടുണ്ട് ആൻറ്റി. ഏതു നേരവും ഈ മൊബൈലിൽ കുത്തി ഇരിപ്പാണോ? ആരെങ്കിലും ഉണ്ടോടാ നിനക്ക് ലവറായിട്ട്? ഒന്ന് പോയ ആൻറ്റി, നമ്മളെയൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ. കുറച്ച് ചങ്കുകളുണ്ട്, അവരുടെ മെസ്സേജിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ 2-3 കൂട്ടുകാരികളുണ്ട്, അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് കൂട്ടുകാരികൾ, കിടുവാണോ? ആൻറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിപ്പോൾ ആണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ആൻറ്റി. എന്നാൽ ശരി, നീ താഴേക്ക് വാ, TV കണ്ടുകൊണ്ട് നമുക്ക് സംസാരിച്ചിരിക്കാം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് എൻ്റെ അലക്കാനിട്ടിരുന്ന തുണിയും എടുത്തുകൊണ്ട് ആൻറ്റി താഴേക്ക് പോയി. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് താഴേക്കിറങ്ങി. TVയും കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റിയും വന്ന് കൂടെ ഇരുന്നു. ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ആൻറ്റി 1 വർഷം കൊണ്ട് ഇങ്ങനെ റിച്ച് ആയതെന്ന്? ചാച്ചൻ്റെ ജോലിയിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ അടക്കാൻ പോലും തികയുന്നുണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെയാ, വലിയ ലോട്ടറിയും അടിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. ലോട്ടറിയൊന്നും അല്ലടാ, ഞങ്ങളും ഇന്ന് വന്ന ഇത്തയും കെട്ടിയനും കൂടി ഒരു ബിസിനസ് തുടങ്ങി. ഇവിടെയും പുറമേയും. അത് വിജയിക്കുകയും ചെയ്തു. നല്ല ലാഭവും കിട്ടി തുടങ്ങി. അതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അത് വിജയിക്കുകയും ചെയ്തു. ധാരാളം പൈസ കയ്യിൽ വരികയും ചെയ്തു. അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് വീട് നന്നാക്കി. ഹൈ റേഞ്ചിൽ ഒരു റിസോർട്ട് വാങ്ങി. ഇപ്പോഴും ഞങ്ങൾക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാച്ചൻ ജോലി കളഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ഞാനാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. അതിപ്പോൾ എന്തായാലും നന്നായി, പ്രൊമോഷൻ കിട്ടി ഹയർ ലെവലിലേക്ക്. എന്നാലും ഇതേത് ബിസിനസ്സാണ് ഇത്രയ്ക്ക് ലാഭം കിട്ടാൻ? എനിക്കും ആ ബിസിനസ് ചെയ്യണമെന്നുണ്ട് ആൻറ്റി. എടാ, അതിനെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, എന്നിട്ട് മതി. വാ, ടൈം പോയത് അറിഞ്ഞില്ല, നമുക്ക് ഫുഡ് കഴിക്കാം. ശരി ആൻറ്റി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി TV കണ്ട ശേഷം ഉറങ്ങാൻ പോവുകയാണെന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. എടാ, നിനക്ക് ഒറ്റ കിടക്കാൻ പേടിയുണ്ടോടാ? ആൻറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോയ ആൻറ്റി, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ ശരി,
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാവും. ആ, എന്നാൽ ശരി. ഗുഡ് നൈറ്റ് ആൻറ്റി. അതും പറഞ്ഞ് ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന നേരം ഞാൻ ആൻറ്റി ഒന്ന് നോക്കി. ഓ, ചാച്ചൻ്റെയൊക്കെ ഭാഗ്യം. കുട്ടി ഉണ്ടാവില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊളിച്ചൂടെ? ഞാൻ ഓരോന്നോർത്തുകൊണ്ട് മുറിയിൽ കയറി AC ഓണാക്കി കിടന്നു. രാത്രി 1 മണിയൊക്കെ ആയപ്പോൾ AC കിടന്ന കാരണം എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി. ഞാൻ വേഗം പോയി തിരിച്ചു വന്നു. കിടക്കാൻ നേരം മനസ്സിൽ തോന്നി ഒന്ന് പോയി ആൻറ്റിയെ നോക്കിയിട്ട് വന്ന് കിടന്നുറങ്ങാമെന്ന്. പയ്യെ ഞാൻ ആൻറ്റിയുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആൻറ്റി ഉറങ്ങിയിട്ടില്ല. ആരോടോ മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു. ഞാനത് ചെവി കൊണ്ട് കേൾക്കാൻ നോക്കി. മുറി ലോക്ക് ചെയ്തിട്ടുണ്ട്. നന്നായി കേൾക്കാനും പറ്റുന്നില്ല. എന്തോ മറ്റേ കാര്യങ്ങളാണ് പറയുന്നത്. നല്ലപോലെ കേൾക്കാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടും നിരാശയോടെ ഞാൻ തിരിച്ച് കട്ടിലിൽ വന്ന് കിടന്നു. ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളെല്ലാം തീർത്ത് ഹോളിൽ വന്നപ്പോൾ ആൻറ്റി അവിടെ പുറത്ത് മുറ്റടിക്കായിരുന്നു. അന്നത്തെ കണി കിടുവായിരുന്നു. ആ, നീ എഴുന്നേറ്റോ ഇത്രയും നേരത്തെ? എന്നെ കണ്ട ആൻറ്റി ചോദിച്ചു. പിന്നല്ലാതെ, ഞാൻ നേരത്തെ എഴുന്നേക്കും. ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു ചെയറിലിരുന്നു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കാൻ തുടങ്ങി. മനസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നോ നാളെയോ ആൻറ്റിയുമായി ഒന്ന് കൂടണമെന്നായിരുന്നു. പേടി എന്നെ പുറകിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചുമ്മാ ഇരുന്നപ്പോൾ ഫോണെടുത്ത് ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. മുകളിൽ പോയി ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് സോഫയിലിരുന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു. എടാ ചെക്ക, നിൻ്റെ പുതിയ ഫോൺ നമ്പർ തന്നെ. ഞാൻ പുതിയ സിം എടുത്തു. എൻ്റെ കയ്യിലാണെങ്കിൽ നിൻ്റെ നമ്പറും ഇല്ല. ഏ, ആൻറ്റി പുതിയ ഫോൺ വാങ്ങിയോ? പിന്നല്ലാതെ, ഇതാണ്. ആഹാ, കൊള്ളാലോ. അപ്പോഴേക്കും ആൻറ്റിയുടെ ഫോണിൽ ചാച്ചൻ വിളിച്ചുകൊണ്ടിരുന്നു. ആൻറ്റി കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. ഞാൻ എൻ്റെ കട്ടച്ചങ്കിനെ ആ സമയം കോൾ ചെയ്തു. അവൻ്റെ പേര് രാജു. അവനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവനും അവിടെ വലിയ ബോറടിയിൽ തന്നെയാണ്. ഒറ്റ മോനാണവൻ. അച്ഛൻ ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ അവനും അവൻ്റെ അമ്മ സുധയും മാത്രമേ ഉള്ളൂ. ഇവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ അവൻ്റെ അമ്മ തന്നെയാണ് നോക്കുന്നത്. തുണിക്കടയിൽ നിൽക്കുക. ഇപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും ആകത്തില്ല അവർക്ക്. എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനുമായി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ആൻറ്റി ചാച്ചനുമായുള്ള സംസാരം ഇതുവരെ തീർത്തിട്ടില്ല. ഞാൻ വീടിൻ്റെ പുറത്തേക്കിറങ്ങി മുറ്റത്തൂടി നടന്നു. വലിയ മതിലൊക്കെ കെട്ടി വീടിൻ്റെ അതിരെല്ലാം തിരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് വീട് കാണാൻ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. കാർ പോർച്ചിൽ ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആൻറ്റി പുറത്തേക്ക് വന്നു. ഞങ്ങൾ ചുമ്മാ വർത്താനം പറഞ്ഞ് അവിടെ നിന്നു. കോളേജിൽ പഠിത്തത്തെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ സംസാരം. സമയം ഉച്ചയാവാറായി. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്നുമായിരുന്നു ആ കോൾ. അച്ഛന് മരുന്ന് തീർന്നു പോയി, പ്രഷറിൻ്റെ. അത് വാങ്ങാനായിരുന്നു. അവിടെ കുറച്ച് ദൂരമായതുകൊണ്ട് മെഡിക്കൽ ഷോപ്പൊക്കെ ഉള്ളത് ടൗണിൽ തന്നെ പോകണം. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു രാത്രി ആകുമ്പോഴേക്കും വരാം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. വണ്ടി എടുത്തുകൊണ്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. 3 മണി ആവുന്നതിന് മുമ്പേ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നു. ഇവിടം തൊട്ടാണ് എൻ്റെ കഥ മൊത്തത്തിൽ മാറാൻ പോകുന്നത്. ഞാൻ ഗേറ്റ് തുറന്ന് വണ്ടി കയറ്റി വെച്ചു. പക്ഷേ ആൻറ്റി അവിടെ കാണാനില്ല. ഞാൻ കിച്ചണിൽ കാണുമെന്ന് വിചാരിച്ച് അടുക്കള വശത്തേക്ക് പോയി. പക്ഷേ അവിടെ കണ്ടത് അടുക്കള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ആളെ അവിടെയും കാണാനില്ല. ഞാൻ അടുക്കള വാതിലിൽ കൂടി അകത്തേക്ക് കയറി. ഹാളിലേക്ക് വന്നപ്പോൾ മുകളിലത്തെ മുറിയിൽ നിന്നും വീഡിയോസിൽ കേൾക്കുന്ന തരത്തിലുള്ള ചില മൂളലുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോൾ ആൻറ്റി ഏതവനെയാണ് വീട്ടിൽ കേട്ടതെന്നറിയാൻ പയ്യെ സൗണ്ട് ഉണ്ടാക്കാതെ മുകളിലത്തെ മുറിയിൽ ആൻറ്റി റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോർ തുറന്നിട്ടിരിക്കുന്നത് കാരണം ഉള്ളിലെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആൻറ്റിയും സീനിയത്തെയും എല്ലാം മറന്ന് ആഘോഷിക്കുന്നു. രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം. എനിക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
എൻ്റെ ആശാൻ വീറും വാശിയോടെ തലപൊക്കി വന്ന് നിൽക്കുന്നു. ഞാനവിടെ ഒളിഞ്ഞിരുന്ന് എല്ലാം കണ്ടു. അപ്പോഴാണ് ഒരൈഡിയ എൻ്റെ മനസ്സിലുദിച്ചത്. മൊബൈലിൽ വീഡിയോ എടുത്ത് വെച്ച് പിന്നെ അത് കാണിച്ച് ആൻറ്റിയെ വീഴ്ത്തിയാലോ എന്ന ആശയം എനിക്ക് വന്നത്. ഉടനെ തന്നെ ഞാൻ ഫോൺ സൈലൻ്റാക്കി. ആരെങ്കിലും വിളിച്ചാലോ എന്ന് കരുതി. എന്നിട്ട് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാം കണ്ട് എനിക്ക് മനസ്സിലായി ഇവർ ഇത് കുറേ നാളത്തെ പ്രാക്ടീസ് ഉണ്ടെന്ന്. അങ്ങനെ വീഡിയോ എടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇത് മതിയെന്ന് വെച്ച് ഞാൻ ഓഫ് ചെയ്ത് അത് പോക്കറ്റിലിട്ടു. പയ്യെ അവിടെ നിന്ന് പിന്മാറി ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. അടുക്കള വാതിൽ കൂടി ഇറങ്ങി പതിയെ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്നും കുറച്ച് ദൂരം പോയി. എന്നിട്ട് ആൻറ്റിയെ വിളിച്ചു. ഹലോ ആൻറ്റി. ആടാ, നീ എപ്പോഴാണ് വരുന്നേ? ആൻറ്റിയുടെ കിതപ്പ് എനിക്ക് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. ദാ വരുന്നു, 10 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ആടാ, സൂക്ഷിച്ചു വരണേ. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ പാടെ അവിടെ ചെന്നു. അപ്പോൾ ആൻറ്റിയും മിത്തയും അവിടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, ദാ വന്നല്ലോ, എന്നെ കണ്ട ഇത്ത പറഞ്ഞു. ഒരു ഭാവമാറ്റവും 2 പേരിലും ഞാൻ കണ്ടില്ല. എന്തായിരുന്നു 2 പേർക്കും പണി? ഞാൻ ചോദിച്ചു. എന്ത് പണി? ഞങ്ങൾ 2 പേരും വർത്തമാനം പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു. എന്താടാ, അമ്മ വിളിച്ചോ? ആൻറ്റി ചോദിച്ചു. ആ, അത് കുറച്ച് മെഡിക്കൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ്. അച്ഛൻ്റെ പ്രഷറിൻ്റെ ഗുളിക തീർന്നു എന്ന്. അത് വാങ്ങിക്കൊടുത്ത് ഞാനിങ്ങ് പോന്നു. എടി, എന്നാൽ ഞാൻ പോവാടി. ഒന്ന് പോയി കുളിക്കണം. പിന്നെ പിള്ളേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിലിരുന്ന് മടുത്ത്, ഇത്ത ആൻറ്റിയോട് പറഞ്ഞു. ശരിയടി, അപ്പോൾ എങ്ങനെയാ പോകുന്നേ? ആൻറ്റി ചോദിച്ചു. ഇക്ക കൊണ്ടുപോയി വിടുവടി. അവിടെ റിസോർട്ടിൽ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണം. അതുകൊണ്ട് ഇക്ക തിരിച്ചു പോരും ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട്. അപ്പോൾ തിരിച്ചപ്പോഴാ ഇവിടെ ലാൻഡ് ചെയ്യുക? ആൻറ്റി ഇത്തയോട് ചോദിച്ചു. അതിന് ഒരാഴ്ച കഴിഞ്ഞ് കാണാടി. എന്നാൽ ശരിയടാ, ഇനി വരുമ്പോൾ കാണാം. ഇത്ത ഗേറ്റ് അടച്ചിട്ട് ഇത്തയുടെ വീട്ടിലേക്ക് പോയി. ആൻറ്റി എന്നെ ഉള്ളിലേക്ക് വിളിച്ചു. ഞാൻ ഓർത്തുപോയി. ഞാൻ പോയ തക്കത്തിൽ എന്നാ പരിപാടിയാണ് 2 പേരും ഒപ്പിച്ചതെന്ന്. എപ്പോഴും കണ്ണിൽ നിന്നും ആ കാഴ്ച മായുന്നേയില്ല. എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ എനിക്ക് ഒപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടി. വാടാ, ഫുഡ് കഴിക്കാം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ആൻറ്റി പറഞ്ഞു. ആൻറ്റി അങ്ങനെ കുളിക്കാൻ പോയി. ഞാൻ ഫോണെടുത്ത് വീഡിയോ റെക്കോർഡായില്ലേന്ന് നോക്കി. എന്നിട്ട് ഫുഡ് എടുത്ത് കഴിച്ചു. റൂമിലേക്ക് പോയി വാട്സപ്പിൽ ക്ലാസ്സിലെ കൂട്ടുകാരികളുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോഴാണ് ഒരു നൈറ്റിയും ഇട്ടുകൊണ്ട് ആൻറ്റി അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ട് കട്ടിലിൽ കിടക്കായിരുന്നു. നീ എന്താടാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? താഴേക്ക് വരുന്നില്ലേ എന്നൊരു ചോദ്യവും ആൻറ്റി ചോദിച്ചു. ഇതാണ് പറ്റിയ സമയം വിഷയം അവതരിപ്പിക്കാനെന്ന് എനിക്ക് തോന്നി. മനസ്സിൽ ഒരു പേടിയും, ഇത് കുഴപ്പമാകുമോ എന്ന്. കുഴപ്പമായ അങ്ങ് കുഴപ്പമാകട്ടെ എന്നോർത്ത് ഞാൻ ഫോണിൽ കണ്ടുകൊണ്ടിരുന്ന ആൻറ്റിയുടെ വിദ്യയും തമ്മിലുള്ള വീഡിയോ അങ്ങ് ആൻറ്റിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കഥയുടെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് മുഴുവനായും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നല്ല പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.